നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തൽക്കാലത്തേക്ക് മോളെ ഇന്ന് അവിടെ നിർത്ത്. രോഹിത്തിനോട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. എടി അത് ഹലോ ശ്യാമേ ഡി ആ രോഹിത് പപ്പി നിന്റെ അച്ഛൻ വന്നു. മോൻ വാ, അകത്തിരിക്കാം. മോൻ വാ. അങ്ങോട്ടിരിക്കാം, വാ. രോഹിത് അങ്കിളെ പപ്പിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ? അതെ, ഞങ്ങള് പഠിക്കായിരുന്നു അച്ഛാ. കമ്പൈൻ സ്റ്റഡിയാ. രണ്ടും കൂടെ അടക്കി പിടിച്ച് എന്തൊക്കെയോ പുരാണം പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ പഠിക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. ആ മോനിരിക്കേ. വേണ്ട. ശാലിനി എവിടെ? ശാലിനി ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും നേരമൊക്കെ വൈകുന്നത് പതിവില്ലാത്തതാ. ഇനി ഏതെങ്കിലും മന്ത്രി എമർജൻസി മീറ്റിങ്ങിന് വിളിച്ചെങ്കിലേ വൈകേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിലും എന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയേണ്ടതാ. പക്ഷെ ഇന്ന് അതും ഉണ്ടായില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനിവളെ കൊണ്ടുപോവാ. വാ പോവാം. ആ ശ്യാമയാ മോനെ, ഞാൻ എന്താ നോക്കട്ടെ. ഹലോ അമ്മേ, രോഹിത് അവിടെ ഉണ്ടോ? ആ ഉണ്ട്, രോഹിത് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് മോളെയും കൂട്ടി ഇറങ്ങാൻ നിൽക്കുവാ. ആ ശ്യാമേ, എന്താടി സംഭവിച്ചത്? വിഷ്ണു പപ്പി ഇവിടെ ആക്കിയിട്ട് വൈകിട്ട് വന്ന് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞെന്നാ ശാന്ത പറയുന്നത്. പക്ഷെ വിഷ്ണു വന്നില്ല, ശാലിനിയും വന്നിട്ടില്ല. രോഹിത്തിനാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല. രോഹിത് ഒന്നും പറഞ്ഞില്ലേ? എന്തു പറയാൻ? രോഹിത്തിനൊന്നും അറിയില്ലെന്ന്. ആ അവരിപ്പോ അങ്ങോട്ട് വരും മോളെ. അമ്മേ, എന്നാ പിന്നെ പപ്പി ഒരു ദിവസം അവിടെ നിക്കട്ടെ. ഇന്നിപ്പോ ഇങ്ങോട്ട് വിടണ്ട. അപ്പം രോഹിത്തിനോട് എന്തു പറയും മോളെ? അത് രോഹിത്തിനോട് അതമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. വിഷ്ണു ഏട്ടനും വന്നിട്ടില്ല, അവിടെ ഇപ്പൊ കുഞ്ഞേച്ചിയും വന്നിട്ടില്ല എന്നല്ലേ പറയുന്നേ. ആകെപ്പാടെ മനസ്സിനൊരു സ്വസ്ഥതയില്ലമ്മേ. എന്തൊക്കെയോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. തൽക്കാലത്തേക്ക് മോളെ ഇന്ന് അവിടെ നിർത്ത്. രോഹിത്തിനോട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. എടി അത് ഹലോ ശ്യാമേ ഡി, ഇവിടെ ഫോൺ കട്ടാക്കിയത്? ഈശ്വര, സത്യമ്മ എല്ലാം കേട്ടോ? മോനൊന്ന് നിക്ക്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്ന. ഈ ചാർജ് വല്ലതും തീർന്നതായിരിക്കും അല്ലേ? കിട്ടുന്നില്ല.
പപ്പിമോളെ അവിടെ നിർത്താനല്ല ഞാൻ വളർത്തുന്നത്, എന്റെ ഈ വീട്ടിൽ വളരാനാ. ദേ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. അതവനെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം. അല്ലെങ്കിൽ ഭാര്യയുടെ വാക്കും കേട്ട് അവനിങ്ങ് ചൂല് പോലെ പോരും. കിട്ടുന്നില്ല. ഇനി വിളിക്കണ്ട, ഞങ്ങൾ ഇറങ്ങുക. വാ. മോനെ, ഇന്നൊരു ദിവസം പപ്പി ഹലോ രോഹിത്തെ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ശാരദാമ്മയുടെ വീട്ടിലുണ്ട് സത്യമേ. നിന്നോട് അച്ചി വീട്ടിൽ പുറത്തേക്ക് പോകാനാണോ ഞാൻ പറഞ്ഞത്? പപ്പിയെ വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? ആ, അതല്ല സത്യമേ. പപ്പിയെ നാളെ കൊണ്ടുപോയ പോരെന്നാ ശാരദാമ്മ ചോദിക്കുന്നത്. ദേ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശാരദാമ്മയല്ല, ഞാനാ. എടാ, നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ മോളെയും വിളിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് വേഗം വരാനാ. അത് നീ അങ്ങ് ചെയ്താ മതി. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കും കേട്ട് അവർക്ക് സ്തുതി പാടാൻ നിന്നാലുണ്ടല്ലോ. മനസ്സിലായല്ലോ? പപ്പിയില്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട. അത് പിന്നെ സത്യമേ. ഡാ, നീ ആ ഫോൺ ശാരദാമ്മയ്ക്ക് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. സത്യമയാ, ദാ എന്തോ സംസാരിക്കണമെന്ന്. സത്യമേ. അതെ, ഞാൻ അറിയാതെയാ വിഷ്ണു പപ്പിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയേക്കുന്നത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹസം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലായിരുന്നു. അതെന്ത് വർത്താനാ സത്യമേ നിങ്ങൾ പറയുന്നത്? പപ്പി എന്റെ മോളുടെ മോളല്ലേ. നിങ്ങൾക്കുള്ള അവകാശവും അധികാരവും ഒക്കെ എനിക്കും അവളുടെ കാര്യത്തിലില്ലേ? ഒരേ ഒരു ദിവസം ഇവളിവിടെ നിർത്തിക്കോട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിത്ര വലിയ കുറ്റമാണോ സത്യമേ? എന്നാ പിന്നെ കൊച്ചുമോളെ മാത്രം ആക്കണ്ട, അമ്മയും കൂടെ പറഞ്ഞു വിട്ടേക്കാം. അത് രണ്ടുപേരെയും കോത്തി തീരുവോളം അവിടെ അങ്ങ് നിർത്തി കണ്ടോ? അത് പെൺമക്കളുടെ ഭാവിയല്ല, അവരെ കണ്ടോണ്ടിരിക്കാനാണ് അമ്മമാരുടെ ആഗ്രഹമെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ ഞങ്ങളെപ്പോലുള്ള അമ്മമാര് വലഞ്ഞത് തന്നെ. സത്യമേ, ഇവിടെ ശാലിനി ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോയിന്ന് അറിയാനും വയ്യ. ഞാൻ അതിന്റെ ഒരു വിഷമത്തിൽ ഇരിക്കുക. അതിനൊപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ഇവിടെ കൊച്ചനീത്തിയും പറയുന്നത് കേട്ടു, കുഞ്ഞേച്ചിയെ കാണാനില്ലെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.